ലോകത്തെ ഭീകര തലവന്മാരും അല്ലെങ്കിൽ ഭീകരന്മാരുമൊക്കെ ഇപ്പോൾ വ്യത്യസ്ത രീതികളിലാണ് കൊല്ലപ്പെടുന്നത്. അതായത് മുൻപ് അജ്ഞാതനാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴങ്ങനെയല്ല. ചിലത് ആക്സിഡൻറ്റിൽ, ചിലത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിലത് തലകറങ്ങി വീഴുന്നു. അങ്ങനെ വ്യത്യസ്തമായ ദുരൂഹ മരണമാണ് നടക്കുന്നത്. ഈ മരണം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. മുൻപൊക്കെ അത് അജ്ഞാതൻ്റെ പേരിലും അത് ഇന്ത്യയുടെ തലയ്ക്കുമൊക്കെ കെട്ടിവെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ കെട്ടിവെക്കാൻ പോലും തെളിവുകൾ അവശേഷിപ്പിക്കപ്പെടാതെയാണ് ഓരോരുത്തരും കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് യമനിൽ നിന്നാണ്. അമേരിക്കൻ ഗവൺമെൻറ് $5 മില്യൺ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരനായ ഖാലിദ് അൽ ബദ്ദാർഫി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം അൽ ഖ്വയ്ദ തന്നെ അതിൻ്റെ ശവസംസ്കാര ചടങ്ങുകളുടെ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. മൃതദേഹത്തിൻ്റെ മുഖത്ത് സാരമായ പരിക്കുള്ള ദൃശ്യങ്ങൾ വന്നു. ഇതോടുകൂടിയാണ് ഇതൊരു സ്വാഭാവിക മരണമല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞത്. പക്ഷേ ഭീകര സംഘടനകളൊന്നും ഇത് അംഗീകരിച്ചിട്ടില്ല. ഏതായാലും അറേബ്യൻ പെനിൻസുലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു കൊടും ഭീകരനാണ്. അൽ ഖ്വയ്ദയുടെ നേതാവായിരുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ കൊടും ഭീകരത വിതറി അനവധി പേരെ കൊന്നൊടുക്കിയ ഭീകരനാണ്. ഏതായാലും ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള ഭീകരർ വലിയ ഭയത്തിലാണ്. കാരണം ഏത് രൂപത്തിലാണ് മരണമെത്തുക എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം. അത് വാഹന അപകടത്തിൻ്റെ രൂപത്തിലാകാം, കാറ്റാകാം, ഭക്ഷണമാകാം, അങ്ങനെ എന്ത് രൂപത്തിലും എത്താം. ഏതായാലും ഈ ഭീകരൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റെ വീഡിയോ സഹിതം പുറത്തു വരുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.